ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് വന്നിക്കാന്ന് വിചാരിക്കരുത് കേട്ടോ. ഇന്നലെ രാത്രി വന്നിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങുക ചെയ്ത് മുഖമൊക്കെ കഴുകി, പക്ഷേ ലിപ്സ്റ്റിക് ഒന്നും കഴുകി കളയാൻ നിന്നില്ല കേട്ടാ. അതാണ് രാവിലെ എന്തിങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ കാണണത്, എൻ്റെ അമ്മ എന്താ അത് പോയിട്ടില്ലല്ലോ, എന്താ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ പവർ അല്ലേ. 24 മണിക്കൂറല്ല 48 മണിക്കൂർ അങ്ങനെ കിടക്കും തോന്നുന്നു ഈ ഒരു ലിപ്സ്റ്റിക്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ലോങ് വീഡിയോ ആയിട്ട് നമ്മുടെ ഉണ്ണിയുടെ 56ന്റെ വീഡിയോ ആയിട്ട് വരികയെന്ന്. അപ്പോൾ ആ ഒരു ദിവസമാണ് കേട്ടോ. രാവിലെ ഞങ്ങളെല്ലാവരും എണിച്ചിട്ടുണ്ട്. വിൻചേട്ടനും തേച്ചൊന്നും എണിച്ചിട്ടില്ല കേട്ടോ, അവരൊക്കെ നല്ല ഉറക്കാണ്. അച്ഛൻ പിന്നെ അതേ അടിച്ചു വരാൻ നോക്കട്ടെ, ഞാൻ എനിക്ക് വരുന്നത് കാണാനില്ല. അപ്പോൾ പിന്നെ അച്ഛൻ തന്നെ അടിച്ചു വരാൻ തോന്നുന്നേ. പിന്നെ അതേ വല്യമ്മയൊക്കെ രാവിലെ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞുമണി ഇതേ നേരത്തെ നീച്ചിതേ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. കുളിപ്പിച്ചിട്ടില്ലേ, അവനങ്ങനെ എണിച്ച് കിടക്കണ കിടത്താണ് ഇത്. പിന്നെ ഹാളിലല്ലോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോഫയും കാര്യങ്ങളൊക്കെ അതേ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കേട്ടോ ഹാളിൽ തന്നെയാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ സ്ഥല സൗകര്യം കുറവായത് കൊണ്ട് നമ്മളുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തേക്കണത്. പിന്നെ ഞാനിത് ഈ ചെരുപ്പുകളൊക്കെ നിറഞ്ഞ് പരന്ന് കിടന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇത് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പിന്നെ രാവിലെ തന്നെ വേഗം എല്ലാം ഇതും തിരുമ്പിടാൻ നോക്കുകയാണ് കേട്ടോ. വാഷിംഗ് മെഷീൻ ഉണ്ട്, എന്നാലും അമ്മ ചിലത് മാത്രം എടുത്ത് കൊടുത്തിട്ട് ഇതേ കല്ലുമ്മ തിരുമ്പിട്ടാ. ഇനി ആൾക്കാർ വരുമ്പോൾ തുണികളൊന്നും കുന്നുകൂടി കിടക്കേണ്ട വെച്ചിട്ട് ഇന്നലത്തേക്ക് എല്ലാതും എടുത്തിട്ട് അമ്മ രാവിലെ തന്നെ എല്ലാം ഒതുക്കുന്നുണ്ട്. വല്യമ്മ അത് ഉരിപ്പിഴിഞ്ഞിടാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അമ്മ തിരുമ്പും വല്യമ്മ തോരടും, അങ്ങനെയാണ്. അപ്പോൾ ഇതെൻ്റെ അച്ഛൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ ഭാര്യ കേട്ടോ, അതായത് കുമാരി വല്യമ്മ എന്ന് പറയൂട്ടാ. ഇന്നലെ വല്യമ്മ അല്ല, കുമാരി വല്യമ്മ ഏട്ട പ്രാവശ്യം രാവിലെ നേരത്തെ എത്തിയേക്കണത്. പിന്നെ പകുതി വരെ അടിച്ചു വരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി എൻ്റെ കയ്യിൽ തന്നു, ഞാൻ എന്തായാലും എനിക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ബാക്കി മൊത്തം ഞാൻ അടിച്ചു വരാൻ നിൽക്കുക. നമുക്ക് തുടക്കി അങ്ങനത്തെ പണികളൊക്കെ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഉമ്മറും അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി അടിച്ചോരി എടുക്കാണ്ടായിരുന്നു. പിന്നെ കസാരയും എല്ലാതും നമ്മൾ പുറത്തേക്ക് ഇട്ടേക്കുക കേട്ടോ. ഈ ഒരു ഹാളിലാണ് നമ്മളെല്ലാം ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കണത്. അങ്ങനെ അതേ എല്ലോടും അടിച്ച് വൃത്തിയാക്കി ഇനി തുടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് സെറ്റായി കഴിഞ്ഞു കേട്ടോ. അമ്മമ്മ അതേ സൈഡിൽ കൂടെ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹാള്, അല്ല എന്താ പറയുക, സ്റ്റേജ് ഡെക്കർ ചെയ്ത് വെച്ചിരിക്കണത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് രസമുണ്ട്. പക്ഷേ നമുക്ക് ഫോട്ടോസൊക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ശരിക്കുള്ള ഒരു ഔട്ട്പുട്ട് വന്നപ്പോൾ എന്ത് രസമാണെന്ന് പറയും. ഫോട്ടോസൊക്കെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ, ഇത്ര നല്ല നീറ്റായിട്ടെല്ലാം കിട്ടുന്നു. പിന്നെ ഇത് എന്താണ് ആവട്ടെ, അച്ഛൻ കുറച്ച് മൊന്തങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഇത് എന്തോ കാട്ടി ഇവിടെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ഒന്നും കൂടി. പിന്നെ ഞാനിത് അടിച്ചുവരേണ്ട, എൻ്റെ അടിച്ചുവരൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. വിൻചേട്ടനാട്ടോ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കണത്. പിന്നെ അതേ നമ്മുടെ പത്തനംതിട്ട റീനമ്മയുടെ അവിടുന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട്. അവർ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 8 മണിയാകുമ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പുലർച്ചെ 3 മണിക്ക് അവർ പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടൈമൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആര്യതേ പിന്നെ ഉണ്ണീനെ ഏൽപ്പിച്ചിട്ട് ഇതേ അവള് കണ്ണും പിരികൊക്കെ ഇല്ല അതൊക്കെ എഴുതി കൊടുക്കുകയാണ്. എൻ്റെ കുളി ഇതേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉണക്കി നമ്മുടെ എന്താ പറയുക സ്ട്രൈറ്റ്നറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് നിൽക്കണം ഇപ്പാട്ടെ ഞാൻ. ഇനി എനിക്ക് ഡ്രസ്സ് മാറാണ്ട്, അത് പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മാറാന്ന് വെച്ചിട്ട്, കാരണം ഞാൻ പാവാടി ഇതൊക്കെ ഇട്ടിട്ട് ഇത് കൂടെ വലിച്ച് നടക്കണ്ട, അതുകൊണ്ടുള്ളൊരു മടിക്ക് കേട്ടോ. പിന്നെ നമ്മുടെ തേജുവിനെയും കുളി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ അല്ലൂസ് ഇത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോഴിക്കോട്ട് നിന്ന് അല്ലൂസും പിന്നെ പാച്ചുവച്ചനും പിന്നെ അശ്വിനി ഏട്ടാ വന്നിട്ടുണ്ടായിരുന്നത്. ഇവർ 3 പേരും കൂടിയിട്ട് വന്നേക്കുന്നത്. ദൃശ്യക്ക് വരാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അവരെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഉണ്ണീനെ ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് മുണ്ടുടിപ്പിക്കാൻ നോക്കുകയാണ്. സ്റ്റിക്കർ മുണ്ടാകുമ്പോഴേ ഭയങ്കര നീളം, അപ്പോൾ ഇവരങ്ങോട്ട് സെറ്റ് ആവണില്ല. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ മുണ്ടല്ലാണ്ട് കുഞ്ഞു മുണ്ട് കിട്ടില്ലേ, അതന്നെ ഉടുപ്പിച്ച് കൊടുക്കട്ടെ കിരൺ ചെയ്യണത്. പിന്നെ ഇന്നലെയുമൊക്കെ കുറച്ച് വൈകിട്ടായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്, കാരണം അവിടെ ഉണ്ടല്ലോ ഉണ്ണിയൊക്കെ അനീഷ്. പിന്നെ ബിന്ദേട്ടൻ്റെ ഉണ്ണി ഇപ്പോൾ മുട്ടുത്തിയുണ്ട്, അവനെ നോക്കാൻ 4 ആൾ വേണമെന്ന് അപ്പോൾ പറയണത്. അപ്പോൾ വല്യമ്മയൊക്കെ അത് എത്തിയിട്ടുള്ളൂ കേട്ടോ. വല്യമ്മ ഇല്ലെങ്കിലും ആരെങ്കിലും ഒരാൾ, അമ്മയ്ക്ക് ഹെൽപ്പിന് ഏതെങ്കിലും ഒരു വല്യമ്മ എത്താണ്ടിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കുമാരി വല്യമ്മ ഏട്ടാ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അതേട്ടോ കുമാരി വല്യമ്മ ആയാലും ഇന്നലെ വല്യമ്മ ആയാലും എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിലായാലും അവിടെ ആയാലും എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും രാവിലെ എല്ലാവരും കൂടി ഒന്നിച്ചിട്ടായിട്ട് എല്ലാം ചെയ്യുക. ഞാൻ മുന്നത്തെ വീഡിയോസിലും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ പിന്നെ ഇതെല്ലാവരും ഡ്രസ്സ് മാറി. പിന്നെ അമ്മയുടെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ പത്തനംതിട്ടയിൽ നിന്ന് വന്നാരോ കേട്ടോ. അപ്പോൾ ആര്യക്ക് ഭയങ്കര സുഖമായി, കാരണം പത്തനംതിട്ടയിൽ നിന്ന് വന്ന ആ ഒരു ചേച്ചി ബ്യൂട്ടീഷ്യൻ ആയിരുന്നു. അപ്പോൾ അവൾക്ക് സെറ്റ് മുണ്ട് കൊടുക്കാനും ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സുഖമായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി. ഇത് ആര്യയുടെ ഫ്രണ്ട്സ് ആട്ടോ, ആര്യയുടെ കളിക്കൂട്ടുകാർ, ആര്യയുടെ മാത്രമല്ല എൻ്റെ ഇട്ടോ അമൃതയൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് കളിച്ച് വളർന്ന പിള്ളേരാണ് കേട്ടോ. പിന്നെ കാവ്യ, പിന്നെ ഇത് നമ്മുടെ മഞ്ജുവായിട്ടിരിക്കണത്. വിഷ്ണേട്ടല്ലല്ലോ, വിഷ്ണേട്ടല്ലാത്തതിൻ്റെ ഭയങ്കര വിഷമം കുട്ടിയുടെ മുഖത്തുണ്ട് കേട്ടോ. എന്തിനും ഭയങ്കര ശോകമായിട്ടാണ് ആളിരിക്കണത്. അപ്പം അഞ്ചു ഭയങ്കര സൈലൻ്റ് ആയിട്ടൊരു സൈഡിൽ പോയിരിക്കണത്. പിന്നെ അതേ ഞങ്ങളും ഡ്രസ്സൊക്കെ മാറി എൻ്റെ മാറൽ കഴിഞ്ഞു കേട്ടോ. അപ്പം അതേ ഫോട്ടോ എടുക്കാൻ നിൽക്കണം നിപ്പാണ്. അപ്പോൾ ഈ ഒരു സാരി ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല, ഇൻസ്റ്റയിലേക്ക് കൊളാബിന് വന്ന ഒരു സാരിയാണിത്. സാരിയും ബ്ലൗസും ആണ്. അപ്പോൾ പിന്നെ ഒരു വെറൈറ്റിക്ക് ഞാൻ ആ സാരി വെട്ടിയിട്ട് പാവാട അടിച്ചു നോക്കിയതാണ് കേട്ടോ. പിന്നെ ബ്ലൗസിന് എന്താണെന്ന് വെച്ചാൽ സാരിയുടെ ബ്ലൗസാണല്ലോ, അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, പക്ഷെ ഞാൻ ദാവണി സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല കേട്ടോ. 56 ഡ്രസ്സ് ഒട്ടും പ്ലാൻഡ് അല്ല, നമ്മൾ ആരും പുതിയത് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഡ്രസ് കോഡൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഡ്രസ് കോഡോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ഞാൻ ആ സാരി
എടുക്കാൻ ആദ്യം വിചാരിച്ചപ്പോൾ എനിക്ക് തോന്നിയതുകൊണ്ട് പാവാട അടിക്കാന്ന് വിചാരിച്ച് പാവാട അടിച്ചതാട്ടാ. വിൻചേട്ടനായാലും മുമ്പുള്ള ഒരു ഷർട്ട് ഇട്ടു, തേജുവിനും അതേ ആർക്കും പുതിയത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഡ്രസ്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ സത്യം പറഞ്ഞാൽ. പിന്നെ ഇതേ എല്ലാവരും ഫോട്ടോസ് ആട്ടോ നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം സമയം ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ നമ്മുടെ അമൃതയും കാവ്യം. ആരുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഞങ്ങളൊക്കെ ഒരേപോലെ ആട്ടോ. അപ്പോൾ ആരുടെ ഫ്രണ്ട് ആയതുകൊണ്ട് എൻ്റെ അടുത്തൊരു ഡിസ്റ്റൻസ് ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും ഒരേ പ്രായക്കാരുടെ പോലെ തന്നെയാണ്. ചടങ്ങ് തുടങ്ങാൻ കുറച്ചും കൂടി സമയമുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും എത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഫോട്ടോസൊക്കെ എടുത്തുവിട്ട് നമ്മൾ ആദ്യം, കാരണം ഉണ്ണി കുറച്ച് നല്ല മൂഡിലായിരുന്നു. പിന്നെ ഈ വാശി പിടിപ്പിക്കേണ്ടല്ലോ, എന്തായാലും എല്ലാവരും ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ചടങ്ങ് കഴിഞ്ഞിട്ട് എടുക്കാം, പക്ഷെ സമയമുള്ള കാരണം നമ്മൾ എടുത്തുവിട്ടാ. പിന്നെ ഇത് വെല്ലിച്ചനും വെല്ലിമി അച്ഛൻ്റെ രണ്ടാമത്തെ ചേട്ടനാട്ടാ. പിന്നെ ഇതേ വെല്ലിമ്മ എടുത്തു. അങ്ങനെ എല്ലാവരും ഞാൻ എന്താ വെച്ചാൽ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടിട്ട് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. പിന്നെ അച്ഛനും അമ്മയും കൂടിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതേ ആര്യയും ആദർശും അച്ഛനും അമ്മയും ഉണ്ണിയും ഇതൊക്കെ കൂടിയിട്ട് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഉണ്ണിക്ക് ചെറുതായിട്ടൊരു വാശി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത്തത് ഭയങ്കര ചൂട് കൂടുതലാണ്, ഉഷ്ണത്തിൻ്റെ ഒരു ഇത് ഉണ്ട്. പിന്നെ ഈ ഡ്രസ്സും എല്ലാതും കൂടി ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ആ ഒരു ചൂടിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഓവറായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇടയിൽ നല്ലൊരു ഉറക്കം ഉറങ്ങി, ഒന്നും പറഞ്ഞിട്ടില്ല ആള്, ഈ ഇരുത്തും കിടത്തന്നെ ആടുന്നു കേട്ടാ. ചില ഒരു സമയത്ത് മാത്രമാണ് ഒരു മുഷിച്ചിലുണ്ടായിരുന്നത്. പിന്നെ ഇതെൻ്റെ അമ്മയുടെ മൂത്ത ചേച്ചിയാട്ടാ, മാലതി വല്യമ്മ. അപ്പോൾ അവിടുന്ന് മാലതി വല്യമ്മയും വെളിച്ചനും വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ വല്യമ്മയ്ക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മിത്ര ചേച്ചിയും കൂടി എത്തിയിട്ടുണ്ടായിരുന്നേ. അവർക്ക് അവിടുന്ന് വല്ലപ്പോഴേന്ന് ഇങ്ങോട്ട് എത്തണ്ടേ, അപ്പോൾ കുറച്ച് സമയത്തെ ട്രാവലിങ് അവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ചേച്ചി ഗിഫ്റ്റും പിടിച്ചിട്ട് ചമ്മൽ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇത് ഞാൻ എങ്ങനെ ഏറ്റിട്ട് അങ്ങോട്ട് കയറി വരിക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉണ്ണിക്കുള്ള ഗിഫ്റ്റ് ആട്ടത്. പിന്നെ ചേട്ടനും വന്നു. ഇതിൽ നമ്മൾ മിസ് ചെയ്യണ വേറൊരാളെന്ന് പറയുന്നത് നമ്മുടെ ചിത്തിരേച്ചി കേട്ടോ. ചിത്തിരേച്ചിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഉണ്ണി ഹോസ്പിറ്റലായ കാരണം ചേച്ചിക്ക് ഈ 56 വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു ഇത് ചേച്ചിക്ക് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് ഇടയിൽ വിളിച്ചിങ്ങനെ പറയാറുന്നേ. പിന്നെ അതേ മിത്രേച്ചി ആദ്യമായിട്ടാട്ടോ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ പക്ഷെ മിത്രേച്ചിനെ ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി, നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് എൻ്റെ അച്ഛനും അച്ഛമ്മയാണ്, ഇത് അച്ഛൻ്റെ അച്ഛനും അമ്മയാട്ടാ. അപ്പോൾ അച്ഛൻ ആദ്യം എപ്പോഴും എന്നും വൈകിട്ട് വീട്ടിലേക്ക് വന്നായിരുന്നു ആളെ. അപ്പം അച്ഛന് തീരെ വയ്യ, എപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോഴാണ് അച്ഛപ്പോൾ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ദേ അച്ഛനും അച്ഛമ്മയും ദേ ഫോട്ടോ എടുക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട്. നമ്മുടെ തേജൊക്കെ ഉള്ള സമയത്തുണ്ടല്ലോ എന്നും വൈകിട്ട് അച്ഛൻ വരും. എന്നിട്ട് തേജുവിന് ഈ പ്രായം തൊട്ടിട്ട് തേജുവിന് ഒരു 1.5-2 വയസ്സ് വരെ അച്ഛൻ എന്നും അതെ കേട്ടോ അങ്ങനെ വരും വീട്ടിലേക്ക്. ഞങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഇവിടെ ഉണ്ടെങ്കിലൊക്കെ. പക്ഷേ നമ്മുടെ കിച്ചുട്ടൻ്റെ അടുത്ത് മാത്രം അങ്ങനെ വന്നിരിക്കാൻ അച്ഛന് പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ അമ്മമ്മയുടെ കൂടെ ദേ ഫോട്ടോ എടുത്തു. പിന്നെ ദേ എല്ലാവരും വന്ന് വർത്താനം ഇങ്ങനെ പരിചയപ്പെടുക, അറിയാത്തവരെ പരിചയപ്പെടുക, അറിയണവർക്ക് ഓൾറെഡി അറിയാമല്ലോ, അങ്ങോട്ട് കൂടി സംസാരിക്കുക, അതൊക്കെയാണ്. പിന്നെ ഇതാ അമ്മയും വെല്ലിമ്മയും അമ്മമ്മയും കൂടിയിട്ട് ഇതേ ഫോട്ടോ എടുക്കുക കേട്ടോ. കുറേ നമ്മളെല്ലാവരും പരമാവധി എല്ലാവരും ഉള്ളതിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഫോട്ടോസും എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അയ്യോ ഫോട്ടോഗ്രാഫർ പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ, കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സ്പേസിൽ ഞങ്ങൾക്ക് വീഡിയോയൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഇരുട്ട് ഫീൽ ചെയ്തിടുന്നു. വീഡിയോയിൽ നേരിട്ട് ഭയങ്കര ബ്രൈറ്റാണ്, പക്ഷെ വീഡിയോയിൽ ഭയങ്കര ഇരുട്ട് ഫീൽ ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഔട്ട്പുട്ട് ഫോട്ടോസ് കിട്ടിയപ്പോൾ ശരിക്കും അതിശയായിട്ടോ. നല്ല ക്ലാരിറ്റിയിൽ, നല്ല ക്ലിയറിൽ, നല്ല ഭംഗിയിൽ അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. വേറെ ഏതോ ഒരു സ്ഥലത്ത് ഫോട്ടോ എടുത്ത പോലെ ഞങ്ങൾക്ക് തോന്നിയത്. ഹോളിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തെന്ന് എവിടം കൊണ്ടും നമുക്ക് അറിഞ്ഞിരുന്നില്ല കേട്ടോ. ആ ഒരു ഇത് ഭയങ്കര ഇതായിട്ട് നമുക്ക് ചിത്രേച്ചി കേട്ടോ ഫോട്ടോഗ്രാഫറെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ചിത്രേച്ചിയുടെ അവിടുത്തെ ആരുടെക്കോ പരിപാടിക്കൊക്കെ അവർ വന്നിട്ടുണ്ട്. ഇത്ര നമ്മൾക്ക് പെട്ടെന്ന് ഫോട്ടോഗ്രാഫേഴ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ സെറ്റ് ചെയ്തെന്താണ്. പിന്നെ ഇതേ നമ്മുടെ തേജുവിനെ കൊണ്ട് ഇതേ ഉമ്മയൊക്കെ കൊടുപ്പിക്കുന്നുണ്ട്. തേജുവിന് ഭയങ്കര നാണുമാണ് കേട്ടോ. പിന്നെ ഇതേ ഇന്നലെ വെല്ലിമ്മയും അഞ്ചും നിഷിയും ഉണ്ണിയൊക്കെ കൂടിയിട്ട് ഇതേ ഫോട്ടോ എടുക്കാൻ എന്താട്ടോ. ഇതിലിപ്പോൾ വിനീതേട്ടനും മിഷ്ണേട്ടനും ഇല്ല കേട്ടോ. കുറേ പേര് അവരെ എവിടെയാന്ന് ചോദിക്കാറുണ്ട്. വിനീതേട്ടനും മിഷ്ണേട്ടനും ഒരു പുറത്താണ്. മിഷ്ണേട്ടൻ ഇപ്പോൾ പോയിട്ട് ഏകദേശം ഒരു 1.5 മാസം 2 മാസമൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതെ, നമ്മുടെ ഉണ്ണിയുടെ ആ ഡെലിവറി കഴിഞ്ഞ ടൈമിൽ പോയതാട്ടോ. ഇനി എപ്പോഴാണ് വരികയെന്ന് അറിയില്ല. 6-7 മാസം കഴിഞ്ഞ് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ അതേ ഫുഡിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ ഇതേ സെറ്റ് ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ ആ ഫസ്റ്റ് പോയ ആളെ മനസ്സിലായണോട്ടോ, നമ്മുടെ മിത്രേച്ചർ അനൂപേട്ടനാണ്. എനിക്ക് ഏറ്റവും അതിശയായത് അനൂപേട്ടൻ്റെ ഒരു പേഴ്സണാലിറ്റി കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്, പക്ഷെ നമ്മുടെ വീട്ടിലത്തെ ഒരാളെ പോലെ ആയിപ്പോയി. ആള് വന്നു വിൻചേട്ടൻ്റെ കൂടെ വിളമ്പാനും അങ്ങനത്തെ ഉള്ള പരിപാടിക്ക് എല്ലാത്തിനും സഹായത്തിനൊക്കെ മുന്നിൽ നിന്നിടുന്നു കേട്ടോ. അതെല്ലാവരും ഇതായിട്ടോ നമ്മുടെ ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ അയ്യോ എന്ത് നല്ല എന്തൊരു
ചിലവരുണ്ടാവില്ലേ വന്ന ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, അത് ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. ഇപ്പം എനിക്ക് പറ്റില്ല കേട്ടോ അങ്ങനെ പെട്ടെന്നൊരു വീട്ടിൽ അറിയാത്ത വീട്ടിൽ കയറിപ്പോയി ഞാൻ ആരുടെ അടുത്തും പെട്ടെന്ന് അങ്ങോട്ട് കമ്പനി ആവില്ല. അങ്ങനെയൊക്കെയാണ്. ഇത് പിള്ളേരാട്ടോ വീഡിയോ എടുക്കുന്നത്. പക്ഷെ അനൂപേട്ടുണ്ടല്ലോ നല്ലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ട് ആൾ വന്നു നമ്മുടെ വീട്ടിലത്തെ ഒരാളുടെ പോലെ നിന്നിട്ട് എല്ലാതും മിൻഷേട്ടന് വലങ്കൈ പോലെ നിന്നിട്ട് എല്ലാത്തിനും സഹായിക്കാനും. കാരണം ആദർശ് ഇവിടെ ഇതിൻ്റെ തിരക്കിലാവുമല്ലോ, പക്ഷെ അവിടെ പുറത്ത് ഫുഡിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ മിൻഷേട്ടൻ്റെ ഒപ്പം നിന്നിട്ട് അനൂപേട്ടൻ ഒരു ചേട്ടൻ്റെ പോലെ നിന്നിട്ട് എല്ലാത്തിനും ഹെൽപ്പായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കേട്ടോ ഇവിടെ പറയുകയും ചെയ്തു. ആർക്കും അറിയണ്ടായിരുന്നില്ല അത് ആരായിരുന്നു വന്നാൾ അങ്ങനെ ചോദിച്ചെടുത്ത്. പിന്നെ ദേ മിത്ര ചേച്ചി ആയാലോ അതേട്ടാ. പിന്നെ ദേ നമ്മുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അല്ലൂസിനെയും തേജുവിനെയും ഇത് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ചേട്ടന്മാരല്ലേ, ഉണ്ണിയുടെ ചേട്ടന്മാരല്ലേ. അപ്പോൾ ഇത് രണ്ടാളെയും ബാക്കിൽ കൊണ്ട് ഞാൻ പിടിച്ച് കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചടങ്ങിൻ്റെ നേരത്ത് പിന്നെ ഞാൻ വീഡിയോസ് ഉണ്ടല്ലോ എൻ്റെ ഫോണിൽ ഞാൻ അവിടെ ആദൂനും അച്ഛനും ആർക്കൊക്കെ കൊടുത്തു കേട്ടോ. കാരണം വീഡിയോ എടുക്കണ്ടേ. അപ്പോൾ കിരണിനെ കൊണ്ടാണ് കിരൺ എന്താ മാല അഴിച്ചു കൊടുക്കുക കേട്ടോ. കിരണാലോ മാമൻ, ചടങ്ങിന് മുന്നേ നിൽക്കേണ്ട ആളോ മാമനാലോ. അപ്പോൾ കിരണത് സ്റ്റേജ് ഒപ്പം കയറ്റി നിർത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ചടങ്ങിന്റെ വീഡിയോസൊക്കെ, അതായത് ഗിഫ്റ്റ് ഓരോരുത്തർ കൊടുക്കണതും അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ആയിരിക്കും വേണ്ടിയിട്ട് മറ്റേ റീൽ ഇടുന്ന രീതിയിലാട്ടോ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവളുടെ ഫോണിൽ സ്റ്റോറേജിന്റെ ഇഷ്യൂ ഉണ്ട്. പിന്നെ അവൾ വ്ളോഗ് എടുക്കണുണ്ട്. പിന്നെ ഷോർട്സിലേക്ക് സെപ്പറേറ്റ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അവൾക്കുള്ളതൊക്കെ സെപ്പറേറ്റ് എൻ്റെ ക്യാമറയിൽ എടുത്തിട്ട് അവൾക്കൊക്കെ അയച്ചു കൊടുക്കുക ചെയ്തത്. അതുകൊണ്ടാട്ടോ ബാക്കി ചടങ്ങിന്റെ വീഡിയോസ് ഒന്നും ഇടാത്തത്. എന്തായാലും അവൾ ഇടൂലോ, അവൾ എന്തായാലും ഇടുന്ന കാരണമാണ്. പിന്നെ ഈ ഒരു ചടങ്ങ് എനിക്ക് അറിയില്ല കേട്ടോ. ഇതിപ്പം എന്താ പ്ലാവിൻ്റെ അല്ലേ, അതിങ്ങനെ എടുത്തിട്ട് ഉണ്ണിയുടെ വായയിൽ എന്താ വെള്ളം പാലോ അങ്ങനെ എന്തൊരു സാധനമാണ്. അതൊക്കെ ഡീറ്റെയിൽ അറിയില്ല കേട്ടോ. അത് ആർക്കും അറിയണ്ടായിരിക്കുമല്ലോ. അതിങ്ങനെ കൊടുക്കും, അങ്ങനെ കൊടുക്കുന്ന കാണാണ്ട് കേട്ടോ. ഓക്കെ, അത് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ചീന കണ്ടുവേ. പിന്നെ ഇത് എല്ലാവരും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ ഗിഫ്റ്റും ഇതൊക്കെ ബാക്കിലേക്ക് ഇതിങ്ങനെ ഒതുക്കി വെക്കുന്നുണ്ട്. അതൊക്കെ അവളുടെ വ്ളോഗിൽ കാണാട്ടോ. എനിക്ക് അറിയില്ല ഇത് ആരാ എന്താ. കാരണം പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന കാരണം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ അറിയില്ലേ. പിന്നെ ഇത് നമ്മുടെ മാളുമ്മയുടെ ഫാമിലിയാണ്. ജയപ്പാപ്പ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ. പിന്നെ അതേ മാളുവിൻ്റെ അമ്മമ്മയും ദേവുട്ടനും ഒരു നാലാളെ കൂടിയിട്ട് ഇതേ ഫോട്ടോ എടുക്ക ഇരുന്നിട്ടുണ്ട്. നമ്മുടെ മാളുവിൻ്റെ ഹെയർ എങ്ങനെയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. കുട്ടീനെ മുടി സ്മൂത്തനിങ് ചെയ്യാൻ സമ്മതിക്കണില്ല. അപ്പോൾ കുട്ടി എന്ത് ചെയ്തു, ഒന്നും അങ്ങോട്ട് ചുരുട്ടി മുടി കേളി ഇതൊന്നും കൂടി കൊടുത്തു. ഓൾറെഡി ഉള്ള കേളി ഹെയർ ആട്ടോ. അപ്പോൾ ഒന്നും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതേ വിൻചാണ്ടിൻ്റെ അച്ഛനും അമ്മയും പിന്നെ വിൻചാണ്ടിൻ്റെ പെങ്ങളുടെ കുട്ടിയാട്ടോ സച്ചൂട്ടനും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതേ ഒരു ഫോട്ടോ എടുക്കായിരുന്നു. കണ്ട ഈ നേരത്ത് നോക്കിയാൽ ഉണ്ണി ഒന്ന് ഉറങ്ങിയിട്ട് ഒന്ന് കണ്ണ് തുറക്കൂട്ടോ. കണ്ട ഇങ്ങനെ ഒതുങ്ങി നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടയിലൊന്ന് കരയും, പക്ഷെ നല്ല ഉറക്കക്ഷീണായിരുന്നു കേട്ടോ. കോട്ടുവായി ഇടുക ഈ ഉറക്കം തന്നെ എടുക്കണവരുടെയൊക്കെ കയ്യിൽ കിടന്ന് പാവം തോന്നിട്ട് ഇങ്ങനെ ഉറങ്ങി കിടന്നു. ഇടയിലും കണ്ട ഈ ലൈറ്റ് അടിക്കില്ലേ, ആ ഒരു സമയത്താണ് ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയിടണ്ടേ. പിന്നെ നമ്മുടെ രാധമ്മായി ആയിട്ടത് രാധമ്മായിനെ പിന്നെ അറിയുന്നുണ്ടായിരിക്കുമല്ലോ. എൻ്റെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ വിശേഷങ്ങളുടെ വ്ളോഗിൽ അമ്മായി നിറഞ്ഞ് നിൽക്കാറുണ്ട്. അമ്മായിയും ഉണ്ണികളൊക്കെ കൂടി ഇരുന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അതും അമ്മായി, ഇത് വേറെ അമ്മായി കേട്ടോ, ജയശ്രീമായി. ഇതൊന്നും അച്ഛൻ്റെ സ്വന്തം പെങ്ങന്മാരല്ല കേട്ടോ. അച്ഛന് പെങ്ങന്മാരില്ല, 4 ആൺമക്കളാട്ടോ അച്ഛമ്മയ്ക്ക്. ഇതൊക്കെ അച്ഛൻ്റെ പാപ്പൻ്റെയും വെളിച്ചന്മാരുടെ ഒക്കെ മക്കളുണ്ടാവില്ലേ, അങ്ങനെയുള്ള അമ്മായിമാരാണ്. പിന്നെ ഇത് നമ്മുടെ മിത്രേച്ചിയും അനൂപേട്ടനും കൂടിയിട്ട് ഉണ്ണിയും കൂടിയിട്ടിട്ട്, മിത്രേച്ചിക്ക് ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട്. ആൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ ഫോട്ടോ എടുക്കാൻ വന്നു. അനൂപേട്ടനെ ആ സൈഡിൽ വെയിലത്ത് നിന്ന് വിളമ്പിയിട്ടൊക്കെ നോക്കി മുഖമൊക്കെ ആകെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ പറയേണ്ട ഈശ്വര, ഞാൻ അങ്ങനെ നോക്കുമ്പോൾ അനൂപേട്ട ഇങ്ങനെ വിളമ്പാനും മിൻഷൻ്റെ പിന്നാലെ ഓടി. അപ്പം ഞാൻ പറഞ്ഞു ഈശ്വര അനൂപേട്ട അതിഥിയായിട്ട് വന്നിട്ട് ദൈവമേ ഇത് പാവം കിടന്നിങ്ങനെ ഓടുകയല്ലോ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയണ്ടായിരുന്നു. പിന്നെ ദർജു എല്ലാവരും ഉണ്ട്. ഇത് ഞാൻ തന്നെ കേട്ടോ വീഡിയോ എടുത്തത്. പിന്നെ ഇത് ജയന്തിയമ്മായി കേട്ടോ അച്ചുവിൻ്റെ അപ്പുറത്തിരിക്കണത്. ഇതിലിപ്പോൾ അമ്മായിനെ ശരിക്കും കാണണില്ല അല്ലേ. അതായത് ജയന്തിയമ്മായി എന്ന് പറയുന്നത് ജയശ്രീമായി വേക്കിൽ, ഇവരൊക്കെ സഹോദരങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മുടെ അല്ലൂസിൻ്റെ കയ്യിൽ ഇത് അല്ലൂസ് ആദ്യമായിട്ടാണ് ഉണ്ണീനെ കാണണത്. വീഡിയോ കോളൊക്കെ ഇത് കാണാറുണ്ട്, പക്ഷെ നേരിട്ടിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടോ കാണുന്നുണ്ടായിരിക്കുക. അങ്ങനെ അല്ലൂസിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ കുറച്ച് സിംഗിൾ ഫാമിലി ഫോട്ടോസ് എടുത്തു കേട്ടോ. സിംഗിൾ മീൻസ് ഇവർ 3 ആളും കൂടിയിട്ട് അച്ഛനും അമ്മയും കുട്ടിയും കൂടിയിട്ട് എടുക്കില്ല, അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എൻ്റെ ഡ്രസ്സ് മിത്രേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഡ്രസ്സ് നല്ല രസമുണ്ട്. കുറേ പേര് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ എനിക്കൊരു വിഷമം എന്താ വെച്ചാൽ എനിക്ക് ധാവണി പോലെ എടുക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ആ ഒരു വിഷമം അങ്ങനെ പറഞ്ഞു. എനിക്കിങ്ങനെ ഇടുമ്പോൾ ഒരു കംഫർട്ട് തോന്നുന്നില്ല. പക്ഷേ കാരണം സാരിയുടെ ബ്ലൗസാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ രസമുണ്ട്, പക്ഷെ എനിക്കെന്തോ ഒരു കംഫർട്ട് അല്ലാത്ത പോലെ തോന്നി. എന്നാലും എനിക്ക് ഇഷ്ടമായിട്ടാക്കി ഇടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇതേ നമ്മൾ പിള്ളേരെല്ലാവരും കൂടിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിലായിരുന്നു ഞാൻ മാളൂൻ്റെ അടുത്ത് പറഞ്ഞത് ഇതിങ്ങനെ ധാവണയാണെങ്കിൽ രസമായിരുന്നു. ഞാൻ ഒട്ടും
ഒട്ടും പ്ലാൻഡ് അല്ല. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഒരു ഷോളും കൂടെ സെറ്റ് ചെയ്തിട്ട് ധാവണി പോലെ ആക്കിയായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു ചിന്തയെ പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു പാവാട അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കൊളാബിന് കിട്ടിയ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഏതെങ്കിലുമൊക്കെ ഇടാൻ നടന്നു. ആ സമയത്താണ് എനിക്ക് തോന്നിയത് അയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാടുന്നു എന്ന്. അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാട്ടെ എനിക്ക് നമ്മുടെ മാളു ആട്ടാ അവളുടെ ധാവണിയുടെ ഒരു ഷോൾ, ഒരു വയലറ്റ് ഷോൾ ഉണ്ട് ചേച്ചി, ഇത് ഇട്ട് കൊടുക്ക് പറഞ്ഞിട്ട് ഇടയിൽ കൊടുന്നു. എല്ലാ ചടവും കഴിഞ്ഞ് വെറുതെ നിൽക്കണ നേരത്താട്ട കൊടുന്നത് അവള്. പിന്നെ ഇതേ മാളു എടുത്തു. പിന്നെ ഇത് ഞങ്ങളുടെ ചേച്ചി ആട്ടോ, എലിച്ചൻ്റെ മോളാണ്. അച്ഛൻ്റെ ചേട്ടൻ്റെ കിരൺ എന്ന് പറയില്ലേ, കിരണിൻ്റെ ചേച്ചി ആട്ടോ. ഞങ്ങൾ 3 പേരാണ് കേട്ടോ ഇങ്ങനെ പെൺകുട്ടികളായിട്ടുള്ളത്. ഞങ്ങളുടെ അച്ഛമ്മയുടെയും അച്ഛൻ്റെയിലും ബാക്കിയൊക്കെ ചേട്ടന്മാരാണ്. പിന്നെ അതേ നമ്മുടെ ആദുവിൻ്റെ മുടി ഞങ്ങൾ കളിയാക്കുകയാണ്. ഈ 2 മുടി ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഉണ്ണീനെ എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഫ്രണ്ടിക്ക് വരും. എന്നിട്ട് അത് അച്ചുവിനെ വിളിച്ചിട്ട് അതിങ്ങോട്ട് റെഡിയാക്കിക്കും. ഇങ്ങനെയാട്ടോ ചെയ്തിടുന്നത്. പിന്നെ ഇവരെല്ലാവരും ഇടേട്ടോ ഉണ്ണീനെ എടുത്തിട്ട് ഓരോ സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ മാം എടുക്കാൻ കയറിയിട്ടുണ്ട്. പിന്നെ ഇതേ ഇവർ പോവാട്ടോ, അതായത് നമ്മുടെ പാച്ചുച്ചനും നമ്മുടെ അൻലൂസും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ രാവിലെ വന്നിട്ട് ചടങ്ങ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ട്രെയിൻ ഉണ്ട്. ഇവർ ട്രെയിനിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1:10 നമുക്കിവിടെ നമ്മുടെ വടക്കാഞ്ചേരിയിൽ നിന്ന് ട്രെയിൻ ഉണ്ട്. അപ്പം എന്നാൽ വേഗം അതിന് പോവും. അവർക്ക് ഇനി കോഴിക്കോട് വരെ എത്തണമല്ലോ. വരവും പോക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ റീനമ്മയ്ക്കായാലും അതെ, കോഴിക്കോട്ടിൽ നിന്ന് വരുന്നവർക്കായാലും അതെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അതേ പോവാൻ നിൽക്കട്ടോ. അപ്പോൾ നമ്മുടെ അർജുനായിട്ട് നമ്മൾ കൂടെ വിട്ടേക്കണത്. കാരണം ഉണ്ണിയച്ചനാണ് ഇവരെ കൊണ്ടാക്കാൻ പോണത്. ഉണ്ണിയച്ചന് വഴി അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ അർജുനൊപ്പം കയറ്റി വിട്ടിട്ടുണ്ട് വഴി കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ പോയിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ടാ. നമുക്ക് അതൊന്നും ഫുഡിൻ്റെ ഇടയ്ക്കൊന്നും എനിക്ക് അധികം പോകാൻ പറ്റിയിട്ടില്ല. ലാസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പോകാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതേ അമ്മയും വല്യമ്മയും 2 വല്യമ്മമാരും മേമയും ഇവരൊക്കെ കൂടിയിട്ട് ഉണ്ണീനെ എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. കുഞ്ഞിച്ചൊക്കെ നല്ല ഉറക്കൊക്കെ എടുക്കണം. നോക്കിയേ, നല്ല ഉറക്കത്തിലാട്ട ആള്. പിന്നെ വല്യമ്മയും ആദർശവും കൂടിയിട്ട് ഇതേ ഉണ്ണീനെ എടുത്തിട്ട് വേറെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ ഇതിൽ ഫോട്ടോ സെഷൻ ആയിരിക്കും നിങ്ങൾ കാണുക. കാരണം ഇതൊക്കെ ശരിക്കും ഒരു മെമ്മറി, ഒരു ഓർമ്മയാണ് നമുക്കെല്ലാം എടുത്തേക്കാൻ പറ്റണ രീതിയിൽ. പിന്നെ അതേ നമ്മുടെ മിത്രേച്ചിയും ആര്യയും ഞാനും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ തന്നു കേട്ടോ. എനിക്കിതിൽ ശരിക്കും മിത്രേച്ചിനെ ആര്യനെ ഒരേപോലെ തോന്നിട്ട്, അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് കിട്ടിയപ്പോഴും തോന്നി നേക്കാം മുഖച്ചായ കൂടുതൽ മിത്രചേച്ചിക്കാ തോന്നുന്നു ആര്യയുടെ ഏട്ടാ. പിന്നെ നമ്മുടെ എക്സ്പ്രഷൻ ക്യൂനാണ് കേട്ടോ. ആദുവിന്റെ കുറെ എക്സ്പ്രഷൻ വീഡിയോസ് ഉണ്ട്. പിന്നെ പാവല്ലേ വിചാരിച്ചിട്ട് ഞാൻ ഈ വ്ളോഗിൽ കൊടുക്കാത്തിട്ട കുറേ വീഡിയോസ് എൻ്റെ ഉണ്ട്. ആദുവിന്റെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തൊക്കെ ഭാവങ്ങളാ മുഖത്ത് വരിക എന്നറിയോ. പിന്നെ ഇതേ രാധമ്മായി ഫോട്ടോ എടുക്കുന്നുണ്ട്. എല്ലാത്തിലും നല്ല ഉറക്കാട്ടോ. ഇതാണ് എൻ്റെ അച്ഛൻ്റെ മൂത്ത ചേട്ടട്ടോ, വെല്ലിച്ചൻ. അതായത് ഇന്ദ്രവെല്ലിമയ്ക്കില്ലേ, ഇന്ദ്രവെല്ലിമ വിഷ്ണുവേട്ടനൊക്കെ ഇല്ല, അവരുടെ അച്ഛനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അച്ഛൻ്റെ മൂത്ത ചേട്ടൻ. രണ്ടാമത്തതാണ് കിരണിൻ്റെ അച്ഛൻ. പിന്നെ എൻ്റെ അച്ഛൻ, പിന്നെ വേറൊരു ബാപ്പനായിട്ടുള്ളത്. പിന്നെ ഫുഡ് കേട്ടോ, ഫുഡ് ഗംഭീര ഫുഡ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാതും ഉണ്ട്. ഇതിൽ 1-2 പേരൊന്നും എനിക്കറിയില്ല. നമ്മുടെ നാടൻ സദ്യയാണ്. മെയിനായിട്ട് സാമ്പാർ, ഉപ്പേരി, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് കൂടുതലും ഇഷ്ടമായത് പൈനാപ്പിൾ കറി ആയിരുന്നു കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അത് എനിക്ക് നല്ല മെസ്സിന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിൻഷേട്ട അവിടെ പായസം എനിക്കൊരു 1/2 ഗ്ലാസ് വിളമ്പി തന്നു. വെല്ലിച്ചനും അതേട്ടോ, ഞാനും വെല്ലിച്ചനും ഞങ്ങളും കൂടെ സൈഡിൽ വന്നിട്ട് കുറച്ച് ഇവിടെ നിന്ന് കുടിക്കട്ടെ ചെയ്ത്. പിന്നെ വെല്ലിച്ചൻ പോണേക്കാൾ മുന്നേ എല്ലാവരെയും പിടിച്ച് കയറ്റി നിർത്തിയിട്ട് ഒരു ഫോട്ടോയും കൂടി ഇടിപ്പിച്ചു വിട്ടു, അല്ലെങ്കിൽ വെല്ലിച്ച ഇടയിൽ മുങ്ങിപ്പോവും. അപ്പോൾ വെല്ലിമ്മയും വെല്ലിച്ചനും, അതായത് അച്ഛൻ്റെ 2 ചേട്ടന്മാരും വല്യമ്മമാരും അച്ഛനും അങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുത്തു വിട്ടാ. അല്ലെങ്കിൽ വെല്ലിച്ചന് കിട്ടില്ല, വെല്ലിച്ച എങ്ങടെയെങ്കിലുമൊക്കെ മുങ്ങും. അപ്പോൾ പിടിയാൽ ഇതൊക്കെ കയറ്റി നിർത്തിയിട്ട് ഇതെല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുത്തു വിട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം നമ്മളിരുന്ന് വർത്താനൊക്കെ പറയട്ടെ. അപ്പോൾ നമ്മുടെ മിത്ര ചേച്ചി എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി. നമ്മുടെ രാധമായിക്ക് അങ്ങോട്ട് പിടിച്ചിരിക്കണം മിത്രേച്ചിനെ കേട്ടോ. തോളത്തൊക്കെ ആയിട്ട് പിന്നെ ഭയങ്കര സ്നേഹപ്രകടനം നടന്നു കേട്ടോ. അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയൊരു കാര്യം കേട്ടോ. മിത്രേച്ചനെയും അനുപേട്ടനെയും നമുക്ക് ഇന്ന് വന്ന ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ വരണത് വരാനൊക്കെ കാണുന്നതും. പക്ഷെ എന്നോ തൊട്ടോ പരിചയമുള്ളവരുടെ പോലെയുള്ള ആ ഒരു ബിഹേവിയർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഒട്ടും ഇല്ലാത്തൊരു കാര്യമാണത്. എനിക്ക് പെട്ടെന്ന് ആരായിട്ട് ഞാൻ അങ്ങോട്ട് ഇതാവിലേക്ക്, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ വിൻചേട്ടൻ്റെ അമ്മയും റീനമ്മയും എൻ്റെ അമ്മയും എല്ലാവരും കൂടിയിട്ട് 3 ആളും കൂടിയിട്ട് ഫോട്ടോ എടുത്തു വിട്ടാ ഉണ്ണീനും പിടിച്ചിട്ട്. പിന്നെ ഏകദേശം ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ആര്യയുടെയും ആദർശനും അവരുടെ 2 പേരും കിരനും പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ കുറച്ച് ഫോട്ടോസൊക്കെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആദ്യം കാരണന്മാരുടെ ഒക്കെ അങ്ങോട്ട് എടുത്തിട്ട് അവരെ അങ്ങോട്ട് ഇറക്കി, അല്ലെങ്കിൽ പിന്നെ അവർക്ക് ക്ഷമ ഉണ്ടായിരിക്കില്ല. നമ്മൾ പിന്നെ എത്ര വേണമെങ്കിലും ശ്രമിച്ച് നിൽക്കുള്ളൂ, നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ ഈ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്നൊക്കെ പറയണത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളും ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിവിടെ ഓരോരുത്തർ അപ്പുറം അമ്മായിമാരൊക്കെ ഇരുന്നിട്ട് എനിക്ക് കേട്ടോ. ഞങ്ങൾ പിള്ളേർ അമ്മമ്മ എന്താണ് ആ ഓട്ടോ അങ്ങനെ ഇരിക്കണത്, ഞങ്ങളിത് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ മിത്രേച്ചി അങ്ങനെ ഞങ്ങളിരുന്നു. അപ്പോഴും അനൂപേട്ട ഇരുന്നിട്ടില്ല, അനൂപേട്ട മുന്നേ വിളമ്പാൻ നിൽക്കുക കേട്ടോ. അങ്ങനെ പിന്നെ അമ്മായി അവരുടെ കൂടെ കൂടിയിട്ട്, അതാണ് ഞങ്ങളുടെ രാധമ്മായിയുടെ ഒരു പ്രത്യേകത. രാധമ്മായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളാണ്, ഇന്നത് ഇതൊന്നുമില്ല, എന്തും ചെയ്യും വന്നിട്ട് നമ്മുടെ കൂടെ കേട്ടാ. അപ്പോൾ അതേ അമ്മായിയും വിളമ്പാൻ കൂടെ നിന്നിട്ടുണ്ട്. കാരണം ഇവർ 3-4 ആളും കൂടിയിട്ട് വിളമ്പി ഇതാക്കണത്, അവർക്കും ഫുഡ് കഴിക്കണ്ടേ. അപ്പം അമ്മായി ഇതേ ഹെൽപ്പിന് നിന്നിട്ട്
വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആരും ആദർശം പറയൂട്ടോ. എനിക്കറിയില്ല ഫുഡ് ഏൽപ്പിച്ചതും ബാക്കി കാര്യങ്ങളൊക്കെ. അത് അവരവരുടെ വീഡിയോയിൽ തന്നെ പറയൂട്ടോ. പിന്നെ വിൻഷേട്ടൻ്റെ അച്ഛനും അമ്മേൻ്റെ ഫുഡ് അടിക്ക് കഴിഞ്ഞിട്ട് അവരും ഒരു വൈകുന്നേരം അവനോട് കൂടിയിട്ട് അവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്കും പട്ടാമ്പിക്ക് അങ്ങോട്ട് എത്തേണ്ട, അവരാണെങ്കിൽ സ്കൂട്ടിമേ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും കൂടിയിട്ട്. അപ്പം ഒരു 10-25 മിനിറ്റിൻ്റെ ഒരു യാത്ര ഉണ്ടാവും എങ്ങനെയായാലും കേട്ടോ. കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എത്ര ദൂരമുണ്ട് ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനൊക്കെ. അപ്പോൾ 10-25 മിനിറ്റ് വണ്ടിയുമൊക്കെ പോവുകയാണെങ്കിൽ, ബസ്സിലൊക്കെ പോവാച്ചാൽ 1.5 മണിക്കൂറൊക്കെ എടുക്കൂട്ടാ. പക്ഷെ നമുക്ക് സ്കൂട്ടിമേ ഷോർട്ട് അടിച്ച് പോകുമ്പോൾ 10-25 മിനിറ്റ് അത്രയ്ക്ക് ഏകദേശം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവർ ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. സത്യം പറഞ്ഞ് വെയിലത്ത് പോവാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇവര് പോയിട്ട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവരും പോവാണ്. അങ്ങനെ സൈഡിൽ കൂടെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഇരുത്താണ്. രാധമായി ഉണ്ണീനെ കളിപ്പിക്കുക കേട്ടോ, മുട്ടുത്തി ഒപ്പം പോയിട്ട്. പിന്നെ ഇനി എല്ലാവരും ഡ്രസ്സൊക്കെ മാറി വന്നു. കാരണം ഇനി ഇവിടെ കുറച്ച് പണികൾ എക്സ്ട്രാ ഞങ്ങളുടേതായ പണികളുണ്ട്. പിന്നെ വല്യമ്മമാരും മേമമാരും അമ്മായിമാരൊക്കെ ഉള്ള കാരണം എനിക്ക് വലിയ പണി അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ആ പാത്രം അവരൊന്നും ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇരട്ടിപ്പണി കിട്ടിയിരുന്നു. അതായത് പാത്രമൊക്കെ ഒഴിവാക്കിയിട്ട് കൊടുത്തു വിടണം അങ്ങനെയൊക്കെ വേണ്ട. അതുകൊണ്ട് എനിക്ക് പിള്ളേരുടെ കൂടെ ഇരുന്ന് കളിക്കാൻ പറ്റിയിട്ട് ഞാൻ അതേ പിള്ളേരുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് കൂടെ ഇരുന്ന് കളിക്കുകയായിരുന്നു. അമ്മ, വല്യമ്മ, അമ്മായിമാർ അവരൊക്കെ കൂടിയിട്ട് നമ്മുടെ ഫുഡിൻ്റെ പാത്രങ്ങളൊക്കെ ഒഴിവാക്കി കഴുകി ഒതുക്കി മാറ്റി വെക്കുക. എനിക്ക് ലാസ്റ്റ് കിട്ടണ പണി നിങ്ങൾക്ക് അറിയാലോ, അടിച്ചൊരു തുടക്കുക. ഈ ഒരു പണി എനിക്ക് കിട്ടാണ്ടിരിക്കില്ല, അതൊക്കെ അറിയാം. പക്ഷെ ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുക്കലാലോ, ഫുഡ് കൊടുത്തതിൻ്റെ അവിടെ അതൊക്കെ. പിന്നെ നമ്മുടെ മാള് ഇവിടെ നിന്ന് ഭയങ്കര റീൽ എടുക്കലാട്ടോ, കുറേ നേരമായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും മാള് സുന്ദരി ആയിട്ടുണ്ട്, മുടി കേളി ചെയ്തപ്പോൾ. പിന്നെ നമ്മുടെ തേജുവിനെ എന്തൊക്കെയോ ഇവിടെ കാണിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവര്. ഇനി തേജു അവരുടെ കൂടെ ഇരുന്ന് കളിയും പരിപാടിയായിട്ട് പോകും. പിന്നെ അതേ മിത്ര ചേച്ചിയും ഇവരും ഇറങ്ങാൻ നിൽക്കാട്ടോ. അവർക്ക് ഇനി ഞാൻ പറഞ്ഞല്ലോ വല്ലപ്പോഴേക്കും ഇങ്ങോട്ട് എത്തണം. അപ്പോൾ അതേ മിത്ര ചേച്ചി പറയട്ടോ, ധാവണി നല്ല ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ കുറച്ചും കൂടിയും രസമായിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇതിലേക്ക് മാച്ച് ആവുന്ന രീതിയിൽ ഒരു ഷോൾ എടുക്കണം കേട്ടോ. തൽക്കാലത്തേക്ക് ഇത് എനിക്ക് ഇഷ്ടമായിട്ടോ. ഞാൻ ഇങ്ങനെ ധാവണി സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ എന്താ പറയുക ഒട്ടും പ്ലാൻ ചെയ്തില്ല, അതാണ് ഉണ്ടായത്. എന്തായാലും മാളു ലാസ്റ്റിലേക്ക് ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എല്ലാവരും ഒരു ട്രഡീഷണൽ ലുക്കിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഒരു ഡാൻസ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് മാളു ധാവണി കൊടുന്നത് കേട്ടോ, അത് എടുത്തിട്ട് കളിക്കാമെന്നും പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ എടുത്തില്ല കേട്ടോ. ഞങ്ങൾക്ക് എന്തോ ഇപ്പോൾ വീഡിയോ അങ്ങോട്ട് എടുക്കാൻ ഒരു ഇങ്ങോട്ട് വരണില്ല, ഒരു മൈൻഡ് സെറ്റ് അങ്ങോട്ട് സെറ്റ് ആവണില്ലേ. അങ്ങനെ ഇവർ യാത്ര പറഞ്ഞ് പോയി. പക്ഷെ ഞങ്ങൾ എടുത്തില്ലെങ്കിലും, അതായത് ഞാൻ എടുത്തില്ലെങ്കിലും പിള്ളേരെ കൊണ്ട് എടുപ്പിച്ചു വിട്ടാ. അപ്പോൾ അതിന് മുന്നേ ഇനിയിപ്പോൾ വിൻഷാട്ടിനും പോകട്ടോ. ഇവർ പോയി. അത് കഴിഞ്ഞ് വിൻഷാട്ട ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് 2 മണിയാകുമ്പോൾ വിൻഷാട്ടിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം വിൻഷാട്ടിന് വർക്ക് ഉണ്ട്, ക്ലോസിംഗ് ആണ്, പാലക്കാട് പോകണം. അപ്പോൾ വിൻഷാട്ട് വിടുന്നത് വിൻഷാട്ടിനും പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കയറാനായിട്ട് പിള്ളേർ വരണത്. കാരണം നമ്മൾ വണ്ടി എടുത്തിട്ട് പിള്ളേർ ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവരെ വണ്ടി കാണാൻ വേണ്ടിയിട്ട് വരാട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പുറത്ത് അച്ഛൻ്റെയൊക്കെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിട്ടാണ് വണ്ടി ഇട്ടേക്കണത്. അപ്പോൾ അത് എടുക്കാനായിട്ടാണ് വരണത്. അപ്പോൾ പിള്ളേർക്ക് വണ്ടിയിൽ കയറണം, കാണണം എന്നൊക്കെ പറഞ്ഞ് ഓടി വരുന്നു, ഫോട്ടോ എടുക്കണം എന്നൊക്കെ. അവർക്കൊരു സന്തോഷം, നമ്മൾ അവരുടെ ചേച്ചി വണ്ടി എടുക്കല്ലേ, അപ്പം അതിൻ്റെ ഒരു സന്തോഷമാണ് ഈ കാണണത് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇതേ വണ്ടിയുടെ മുമ്പിൽ നിന്ന് ഓരോ ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേജും മാളും എല്ലാവരും കൂടിയിട്ട്. പിന്നെ ഇവരെന്നെ എല്ലാവരെയും കയറ്റിയിട്ട് നമ്മൾ റൗണ്ട് അടിച്ച് പോകുന്നു കേട്ടോ. വിൻഷാട്ടിന് വർക്കുള്ളതുകൊണ്ട് അല്ലെങ്കിൽ എങ്ങടയിലൊക്കെ ഒന്ന് കറങ്ങി വരായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ വിൻഷാട്ടിന് പോകണം, പാലക്കാട് വരെ എത്തണമല്ലോ. അതുകൊണ്ട് ഒക്കെ എന്നെയും കയറ്റി ഇട്ടിട്ട് നമ്മൾ 2 റൗണ്ട് അടിച്ചിട്ട് പോകുന്നു കേട്ടോ, നമ്മുടെ വേണ്ട ഏരിയയിൽ കൂടെ തന്നെ. ഇതെന്നെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട്, എനിക്കും അതേട്ടാ ഭയങ്കര സന്തോഷമായി. കാരണം ഇവർക്കിങ്ങനെ ആഹ്ലാദിക്കാണ് വണ്ടിയിൽ കയറിയിട്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നിയിട്ടാ. അങ്ങനെ ഞങ്ങൾ 1-2 റൗണ്ട് അവരെയും കൊണ്ട് ഓടിച്ചിട്ടുണ്ട്. ഒപ്പത്തിനൊപ്പം തേജു ഇട്ട് അവരുടെ ഒപ്പം ഉണ്ട്. പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ സൺറൂഫിന്റെ മുകളിൽ കയറി അവിടെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അവർക്ക്. അതാണ് ഇത്ര സന്തോഷം എല്ലാവർക്കും. ഞാനാണെങ്കിൽ ചിരിച്ചൊരു വിധമായിട്ടുണ്ട്. വീട്ടിൽ അടി കൂടെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഞാൻ കയറട്ടെ എന്നും പറഞ്ഞിട്ട്. നല്ല കാറ്റുണ്ടല്ലേ, എന്നെ കയറ്റുവന്നാ അമ്മായിന്റെ കൂട്ടാണ് ഞങ്ങൾ പോയില്ല, അതിന്റെ പരാതി കിടന്നോട്ട്. അപ്പൊ അമ്മായിമാരെന്നെ എല്ലാവരെയും കയറ്റിയിട്ട് വിൻഷേട്ടത് 1 റൗണ്ടും കൂടി അടിക്കാൻ പോയിട്ട് ഞങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവര് ഇതേ വിൻഷേട്ട അവരെയും കൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ ആരാ ജീവ അവരൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം പിള്ളേർ വണ്ടി കാണാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വേഗം പോവാട്ടോ ചെയ്തത്. അപ്പൊ പിന്നെ ഇനി കയറ്റാത്തവരെയും കൂടി കൂട്ടിയിട്ട് ഇതേ വിൻഷേട്ടൻ റൗണ്ട് അടിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ അവരെനിക്ക് ഇതേ ആക്കി തന്നിട്ട് വിൻഷേട്ട ഇനി പാലക്കാട്ടേക്ക് പോവാട്ടോ. അപ്പൊ ഞങ്ങളോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇതേ വിൻഷേട്ടൻ പോയിട്ടുണ്ട്. വിൻഷേട്ടൻ രാവിലെ രാത്രി
രാത്രി പുലർച്ചോട് കൂടിയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതേ ഡാൻസ് കളിക്കാമെന്നും പറഞ്ഞിട്ടുള്ള പ്ലാനിലാണ് കേട്ടോ. എല്ലാവരും കൂടി കളിക്കാന്നുള്ളൊരു പ്ലാൻ ആടുന്നു. പക്ഷെ എന്താ പറയുക, വിൻചേട്ടൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു വിൻചേട്ടിലാണ്ട് ഞാൻ കളിക്കാമില്ല, വിൻചേട്ടൻ വന്നിട്ട് കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടാ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ ഇവർ പിള്ളേരും കിരണും കൂടി കളിച്ചോട്ടെ, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോഴല്ല ട്രെൻഡ് കഴിഞ്ഞു തോന്നുന്നു കേട്ടോ, ആ ഒരു പാട്ടാടുന്നു. അപ്പോൾ അത് കളിക്കാമെന്നും പറഞ്ഞിട്ട് പ്ലാൻ ഇട്ടു. ലാസ്റ്റ് കളിച്ചു. പിന്നെ നമ്മുടെ മാളും കിരണും കൂടിയിട്ട് ഒരു പെയർ ഡാൻസിന് അങ്ങോട്ട് ചെയ്യിപ്പിച്ചു കിട്ടും. നല്ല രസം ഉണ്ടായിരുന്നു അത്. കളിക്കടി അടുത്ത കിരട്ടാ ആ ഒപ്പം കളിക്കേ കളിച്ച അങ്ങനെ അടിപൊളിയായിട്ട് ഫൈനലി ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ക്ലിപ്പ് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ, അവരുടെ നമ്മുടെ പേജിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇതേ ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അത് കഴിക്കുകയാണ്. പിന്നെ നമ്മുടെ അച്ചു ഇതേ വേറെ സ്റ്റെപ്പ് അവർക്ക് കളിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറേ വീഡിയോ എടുത്തില്ല കേട്ടോ, കാരണം ഭയങ്കര ക്ഷീണവും തളർച്ചയും ആകെ മൊത്തം ഇങ്ങനെ കിളി പോയ പോലെ ആയി. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഓരോ മുക്കിലിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വീഡിയോസ് കുറേ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു, അപ്പോൾ അതിനും ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കിരൺ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആർക്ക് വേണ്ടിയിട്ട്, അപ്പോൾ അതൊക്കെ അവരിന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതേ നമ്മുടെ സ്റ്റേജ് ഡെക്കർ ചെയ്തില്ലേ, അപ്പോൾ അവരഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്റ്റേജ് ഡെക്കർ ചെയ്തൊന്നും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല നീറ്റായിട്ട്, ഞാൻ പറഞ്ഞില്ല ഫോട്ടോസിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഈ ഒരു ചെറിയ സ്പേസിൽ ഇത്ര നല്ല നീറ്റായിട്ട് ചെയ്തതേ ഭയങ്കര കാര്യമായിട്ട് തോന്നിയിട്ടാണ്. അപ്പോൾ ഇത് ഡെക്കർ ചെയ്തത് ഞങ്ങളുടെ ഫാമിലിയിലുള്ള ആൾ തന്നെയാണ് കേട്ടോ, ഞങ്ങളുടെ എന്താ പറയുക തറവാട്ടിലുള്ളത് തന്നെയാണ്. അത് കൂടാണ്ട് എൻ്റെ ഒപ്പം പഠിച്ചതാട്ടോ സുജിത്ത് എന്ന് പറയേ. അപ്പോൾ അവനായിട്ടതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആര്യയുടെ ചാനലിൽ അവർ പറയുന്നുണ്ടാവും കേട്ടോ. പിന്നെ അതേ വെളിച്ചിനും വെല്ലുമ്മയും പോവാട്ടോ. വെളിച്ചിനും വെല്ലുമ്മയുടെ വീട് പള്ളത്താണ് കേട്ടോ, അപ്പോൾ അവർക്കും കുറച്ച് ലോങ് ആണ്, അവർക്കും പോകണം. പിന്നെ കിരനും നമ്മുടെ തേജും കൂടിയിട്ട് എന്തോ വാങ്ങാൻ പോവാണ് കേട്ടോ. കുറേ നേരമായി എല്ലാവരും പോയി ഒന്ന് ഒതുങ്ങി വന്നപ്പോഴേ തേജുവിന് എന്തോ വേണം പറഞ്ഞപ്പോൾ കിരതെ അച്ഛൻ്റെ ബൈക്ക് എടുത്തിട്ട് അവനെയും കൂട്ടിയിട്ട് കടയ്ക്ക് പോവാട്ടോ. എനിക്ക് തോന്നുന്നു സിപ്പപ്പ് വാങ്ങാനാ തോന്നുന്നു. അങ്ങനെ എന്തോ വാങ്ങാനാണ് രണ്ടാളും കൂടി പോണത്. എനിക്കിങ്ങനെ പോകുമ്പോഴേ നമ്മുടെ തേജ് വലിയ കുട്ടിയായ പോലെ തോന്നാം കേട്ടോ. വലിയ ഇങ്ങനെ കുറച്ച് മറ്റേത് നമ്മുടെ മൈൻഡിൽ അവൻ ചെറിയ കുട്ടികളെ എപ്പോഴും. പക്ഷെ ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു അയ്യോ ഇത് വലുതായി. ചില സമയങ്ങളിലാണ് നമ്മുടെ കുട്ടി വലുതായി നമുക്ക് തോന്നുക. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു നമ്മുടെ ചെറിയ കുട്ടിയാവും. പക്ഷെ ഒന്നെങ്കിൽ ചില ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കൂടെ നടക്കുമ്പോഴൊക്കെ നമുക്ക് അയ്യോ വലുതായില്ലോ എന്ന് തോന്നും. അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ എന്ത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് ചില സന്ദർഭങ്ങളിൽ തോന്നാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും തേജ് ചെറുത് ആ ഒരു മൈൻഡ് സെറ്റാണ്. പിന്നെ ഞങ്ങൾ സ്റ്റേജൊക്കെ അഴിച്ചു പോയല്ലോ. പിന്നെ ഏകദേശം തിരക്കൊക്കെ ഒഴിഞ്ഞു. ഇനി നമുക്കുള്ള പണി എന്ന് പറയുന്നത് അടിച്ചോരി തുടച്ചൊന്ന് വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ്. അപ്പം അമ്മ അടിച്ചോരുണ്ടായിരുന്നു കേട്ടോ. അമ്മ അടിച്ചോരായിരുന്നു. ഞാനൊന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ അമ്മ എന്നെ വിളിക്കും ചെയ്തില്ല കേട്ടോ. അമ്മ അടിച്ചോരായിരുന്നു. എന്നുവെച്ചാൽ ഞാനിപ്പോൾ വല്ലപ്പോഴല്ല ഒന്ന് വരിക അപ്പം നിൽക്കുക, പിറ്റേ ദിവസം പോവുക, അങ്ങനെ അമ്മ പറയാം. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, അങ്ങനത്തെ ഒരു മൈൻഡായിട്ട് അമ്മയ്ക്ക്. വെച്ചാൽ കുറേ ദിവസമൊക്കെ വന്ന് നിൽക്കുക വെച്ചാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു ദിവസം വരിക, പിറ്റേ ദിവസം ഞാൻ പോവുക, അങ്ങനെ ആയതുകൊണ്ട് ഇപ്പം എനിക്ക് അങ്ങനെ വലിയ പണിയൊന്നും തരുന്നില്ല സത്യം പറഞ്ഞ അമ്മ. അപ്പോൾ പിന്നെ ഞാൻ തുടച്ചു കൊടുത്തു കേട്ടോ. അടിച്ചോരൽ അമ്മ ചെയ്തു, തുടയ്ക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതേ മേലൊക്കെ കഴുകി. ഞാൻ ഡ്രസ്സ് മാറിയിട്ടുണ്ട് കേട്ടോ. അത് വേറെ ഡ്രസ്സാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ കണ്ടതൊന്നും ഇവിടെ എന്താ മേലെ കഴുകിയിട്ട് ഡ്രസ്സ് മാറാത്തതെന്ന് സംഭവം. ആ രണ്ട് ഡ്രസ്സും ഒരേ സെയിം കളറും പ്രിൻറ്റും ആണ്. പക്ഷെ രണ്ട് ഡ്രസ്സാണ് കേട്ടോ. മറ്റേത് ഭയങ്കര നിരച്ച് നാശമായ ഡ്രസ്സായിരുന്നു. ഇത് ആരുടെ ഡ്രസ്സാണ്, രണ്ടും ആരുടെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കിരൻ്റെ കൂടെ നമ്മുടെ തേജു കിരൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ. പിന്നെ രാത്രി ആയിട്ടാണ് വന്നിട്ട് അവിടെ ഇരുന്ന് കളിച്ചു ഇത്രയും. എന്നിട്ട് ഇതേ അവരുടെ കൂടെ ബീവിയുടെ ഒക്കെ കൂടെ ഇങ്ങോട്ട് വരിക കേട്ടോ ചെയ്ത്. അപ്പം ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല നമ്മുടെ തേജു ഇങ്ങനെ അവിടെയൊക്കെ കുറച്ച് കിരൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട്, അടുത്തല്ല കിരൻ്റെ വീട്ടിലേക്ക് കുറച്ചങ്ങോട്ട് പോവാണ്ട്. അത്ര ദൂരത്തേക്ക് എന്നെ വിട്ട് പോയി അവിടെ നിന്ന് കളിക്കുന്നു വിചാരിച്ചില്ല കേട്ടോ. എന്തായാലും അവിടെയൊക്കെ പോയി കിരൻ്റെ കൂടെ പോയി കളിച്ച് വന്നു കേട്ടോ. പിന്നെ അതേ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ മാളും അച്ചും എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇവര് വൈകിട്ടുണ്ടല്ലോ ഡ്രസ്സ് മാറിയിട്ട് വരാം, നമുക്ക് ഒന്നിച്ച് ക്ലീൻ ആക്കാന്നും പറഞ്ഞു പോയി ടീമോളാട്ടോ. ചേച്ചി ഞങ്ങൾ വരാം, വേഗം ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് അടിച്ചൊരു തുടച്ച് ഇവിടെയൊക്കെ ക്ലീൻ ആക്കാൻ പറഞ്ഞിട്ട് എവിടെ അവരും പോയി, ഞാനും കിടന്നുറങ്ങിയതുണ്ടായത്. പിന്നെ ഇവരിതേ മേലൊക്കെ കഴുകി ഇതേ വിളക്ക് കൊളത്തി വൈകുന്നേരം അവനോട് കൂടിയിട്ടാണ് വന്നത്. നമ്മുടെ കുഞ്ഞിച്ചക്കൻ കിടന്നുറങ്ങുകയാണ് കേട്ടോ. കുഞ്ഞിച്ചക്കൻ എന്ന് പറയണത് എന്താ തോന്നരുത്, കാരണം സ്റ്റാർട്ടിങ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടേ. അപ്പം നമ്മുടെ ഉണ്ണിയുടെ പേര് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ആദവ് എന്നാണ് പേര്, കിച്ചു എന്നാണ് വിളിക്കണ പേര് കേട്ടോ. അത് കിച്ചു മീൻസ് കൃഷ്ണൻ, ആ ഒരു ഇതിലേക്ക് കടന്നു ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളിവിടെ കിടന്നു, റൂമിൽ എല്ലാവരും കിടന്ന് വർത്താനം പറയുകയാണ്. പിന്നെ കുറേ പേരുടെ കമൻറ്റ് കൊണ്ട് ഈ പി എന്താണെന്നുള്ളത്, അതായത് ആദർശിൻ്റെ ആരുടെയും പേര് എ അല്ലേ, പിന്നെ എന്താ ഈ പി എന്ന്, അതായത് നമ്മുടെ ആദർശ് പി എന്ന്
പി എന്ന് പറയുന്നത് വേറെ ഒന്നല്ല വീട്ടുംപേരാണ് കേട്ടോ. പൊക്കിനാത്ത് എന്നല്ല ആണല്ലോ ആദർശിന്റെ വീട്ടുംപേര്. അതാണ് ഈ ആദർശ് പി എന്നുള്ളത്. ആദർശ് പി അല്ല, ആദവ് പി എന്നുള്ളത്. അപ്പൊ ആദർശിന്റെ പേരും അതെ, ആദർശ് പി ദിനേശ് എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര് ലാസ്റ്റ്. അങ്ങനെയാണ് നമ്മുടെയിലും ഇത് അതന്നെ സെയിം, ആദവ് പി ആദർശ് അങ്ങനെ കേട്ടോ. ഇപ്പൊ നമ്മുടെ തേജുവിന്റെ ആയാലും ദേവിക് പി. ആ പി എന്താന്ന് വെച്ചാൽ പൊക്കിനാത്തല്ല കേട്ടോ, പൊണ്ണാത്ത്. വിൻഷന്റെ വീട്ടും പേര് പൊണ്ണാത്ത് എന്നാണ്. പിന്നെ എൻ്റെ നോക്കുകയാണെങ്കിൽ കോട്ടംകുന്നത്ത് എന്നാണ്. ഞങ്ങൾ സൂര്യ കെ എന്നാണ് വരണത് കേട്ടോ. അതാണ് ആ പി എന്നുള്ളൊരു ഇത് വരണത്. നമ്മുടെ ഇവിടെ അങ്ങനെയാണ്, വീട്ടും പേരാണ് ഇങ്ങനെ കൊടുത്ത് ആ ഒരു ലെറ്ററാണ് കൊടുക്കുക എല്ലായിടത്തും. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നമ്മൾ ഇംഗ്ലീഷില് വീട്ടും പേര് പിന്നെ അച്ഛൻ്റെ പേര് അങ്ങനെയൊക്കെയല്ലേ കൊടുക്കുക, പണ്ടൊട്ടേ അങ്ങനെയല്ലേ. ആ ഒരു ഇതിലാണ് കേട്ടോ. പിന്നെ ഇതേ ഫുഡടി കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫുഡടി കുറേ നേരം ഞങ്ങൾ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തി വെച്ച് കളിക്ക്. മെയിൻ ഞങ്ങളുടെ ടാർഗറ്റ് ആദ്യം ആടുന്നു കേട്ടോ. അതുകൊണ്ട് കുറേ കോപ്പറേറ്റീവ് വീഡിയോസൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. അത് ഞാൻ കൊടുക്കണില്ല, അത് മാത്രം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഫുഡടി കഴിഞ്ഞിട്ട് പിള്ളേർ പോയിട്ട് അവർ പോകുമ്പോൾ സമയം എത്രയെന്ന് അറിയോ? 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 11 മണിയോ അതവിടെ കാണാം നിങ്ങൾക്ക്. 10:30 ആയിട്ടാട്ടോ അവർ പോയിക്കണത്. അത്രയും നേരം ഞങ്ങൾ ഇരുന്ന് വർത്താനം പറയായിരുന്നു. പിന്നെ ഇവിടെ നിൽക്കാന്നുള്ള പ്ലാനായിരുന്നു. അവരിവിടെ നിൽക്കാൻ, നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ നിൽക്കാന്നൊക്കെ പറഞ്ഞത്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ പിള്ളേർ വേണ്ട നമുക്ക് വേറെ ദിവസം വരാമെന്നും പറഞ്ഞിട്ട് അവർ പോയി. പിന്നെ നമ്മുടെ തേജുവിന് ഫ്രൂട്ട്സ് വേണമെന്ന് പറയുമ്പോൾ ആദർശ് ഇതേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇത് കഴിച്ചിട്ട് നമ്മളും കെടുക്കൂട്ടാ. ക്ഷീണുണ്ട്, ഒന്നാമത്തെ കാര്യം ക്ഷീണുണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ കഴിച്ച് നമ്മൾ കെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ മുന്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് തേജുവിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൻ. പിന്നെ ഈ ഒരു നേരത്ത് ആര്യക്ക് നല്ല രീതിയിലൊരു പനി പനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അമ്മ അവളെ റൂമിൽ കെടുത്തി. ഉണ്ണിനെ അമ്മ നോക്കിക്കോളാം, അമ്മ ഉറക്കിക്കോളയോ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി പുണ്ണിക്ക് വന്നാൽ പണിയാവൂലോ. അപ്പോൾ ആര്യനെ അതേ റൂമിൽ കയറ്റിട്ടോ. കാരണം അവൾക്ക് ഈ നേരത്തേക്ക് ചെറുതായിട്ടൊരു പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സും കഴിച്ചിട്ട് ഞാനും തേജും കിടന്നു കേട്ടോ. എല്ലാവരും കിടന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ പരമാവധി കുറച്ചൊക്കെ വ്ളോഗ് ഞാൻ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.